ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പര അടുത്ത മാസം ആരംഭിക്കാനിരിക്കെ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ റെഡ് ബോൾ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. തികച്ചും അപ്രതീക്ഷിതമായാണ് ടെസ്റ്റിനോട് താൻ ഗുഡ് ബൈ പറയുന്നതായി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ അറിയിച്ചത്. താൻ ടെസ്റ്റ് മതിയാക്കുന്നതായും ഏകദിനത്തിൽ തുടരുകയായും രോഹിത് അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ICC T20 ലോകകപ്പിൽ ഇന്ത്യയുടെ കിരീടത്തിന് ശേഷം ഈ ഫോർമാറ്റിൽ നിന്നും രോഹിത് വിരമിച്ചു. ഏകദേശം ഒരു വർഷത്തിന് തികയാനിരിക്കെ ടെസ്റ്റിൽ നിന്നും അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ ഏകദിനത്തിൽ ഇനിയും തുടരും. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ടെസ്റ്റ് ക്യാപ്പിനൊപ്പമാണ് രോഹിത് തന്നെ വിരമിക്കലിനെ കുറിച്ച് പ്രഖ്യാപിച്ചത്. ഞാൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുകയാണെന്നുള്ള കാര്യം എല്ലാവരുമായി പങ്കുവയ്ക്കുകയാണ്. എൻ്റെ രാജ്യത്തെ വൈറ്റ്സിൽ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞത് വളരെയധികം അഭിമാനിക്കുന്നു. വർഷങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്ന സ്നേഹത്തിനും പിന്തുണയ്ക്കുമെല്ലാം നന്ദി. ഏകദിനത്തിൽ ഇന്ത്യയെ തുടർന്നും പ്രതിനിധീകരിക്കും. ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് മുമ്പ് തന്നെ രോഹിത് ശർമ്മയെ ഇന്ത്യൻ ടീമിൽ നിന്ന് നായകസ്ഥാനത്ത് നിന്ന് പുറത്താക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. BCCIയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഉദ്ധരിച്ച് നേരത്തെ തന്നെ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. ഇത് കഴിഞ്ഞ് വൈകാതെ തന്നെയാണ് ടെസ്റ്റിൽ നിന്നും വിരമിക്കുകയാണെന്ന് രോഹിത്തിന്റെ പ്രഖ്യാപനം വന്നത്. ടെസ്റ്റിൽ ഇനി ഇന്ത്യൻ ടീമിന്റെ പ്ലാനുകളുടെ ഭാഗമല്ലെന്ന് രോഹിത്തിനെ BCCI വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ടാകുമെന്നാണ് സൂചന. IPLനിടെ ഇത്തരമൊരു പ്രഖ്യാപനം അദ്ദേഹം നടത്താനുള്ള കാരണവും ഇത് തന്നെയാണെന്ന് കരുതപ്പെടുന്നു. രോഹിത് ശർമ്മ ടെസ്റ്റ് കരിയർ എടുത്താൽ മധ്യനിര ബാറ്ററായാണ് അദ്ദേഹം ആരംഭിച്ചത്. 5, 6, 7 പൊസിഷനുകളായി ഹിറ്റ്മാൻ കളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ബാറ്റിംഗിൽ സ്ഥിരത പുലർത്താൻ വന്നതോടുകൂടി അദ്ദേഹം ടീമിൽ സ്ഥാനമുറപ്പിക്കാനും വൈകി. 2019 സൗത്ത് ആഫ്രിക്കയുമായുള്ള ടെസ്റ്റ് പരമ്പരയിലാണ് ആദ്യമായി ഓപ്പണിംഗിലേക്ക് പ്രൊപ്പോസൽ ലഭിച്ചത്. മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും മുൻ പരിശീലകനായ രവി ശാസ്ത്രിയുമാണ് അന്ന് ഇത്തരമൊരു പരീക്ഷണം നടത്തിയത്. ഇത് വലിയ വിജയമായി മാറുകയും രോഹിത് പിന്നീട് ആ റോളിലേക്ക് സ്ഥിരമാവുകയും ചെയ്തു. നാട്ടിലും പുറത്തുമെല്ലാം ഗംഭീര റെക്കോർഡ് രോഹിത്തിനുണ്ട്. ഈ വർഷം ഓസ്ട്രേലിയക്കെതിരെ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ പരാജയമാണ് രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിലെ ഒരു കറുത്ത മാർക്കായി ഏവരും കണക്കാക്കുന്നത്. ഇന്ത്യയ്ക്കായി 67 ടെസ്റ്റുകളിൽ നിന്ന് 116 ഇന്നിംഗ്സുകളാണ് രോഹിത് കളിച്ചത്. 41 ശരാശരിയിൽ 7538 റൺസും രോഹിത് നേടി. ഒരു ഡബിളും 12 സെഞ്ചുറികളും 18 അർദ്ധ സെഞ്ചുറികളും ഇതിലേക്ക് ഉൾപ്പെടും. ഓപ്പണിംഗിലേക്ക് വന്നതിനു ശേഷമാണ് രോഹിത് ഭൂരിഭാഗം റൺസുകളും അടിച്ചുകൂട്ടിയത്. സച്ചിന്റെ അവസാന ടെസ്റ്റ് പരമ്പരയായ 2013 വെസ്റ്റ് ഇൻഡീസ് ടൂറാണ് രോഹിത്തിന്റെ ആദ്യ ടെസ്റ്റ് പരമ്പര. ആദ്യ 2 ടെസ്റ്റുകളിലും സെഞ്ചുറി നേടിക്കൊണ്ടാണ് അതിഗംഭീര ടെസ്റ്റ് കരിയറിന് തുടക്കം കുറിച്ചതെങ്കിലും പിന്നീട് നടന്ന ടെസ്റ്റ് പരമ്പരകളിൽ രോഹിത് റെഗുലറായി പരാജയപ്പെട്ടു. എന്നാൽ വൈറ്റ് ബോളിൽ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചത് കൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള വിമർശനങ്ങൾ അക്കാലത്ത് നേരിടേണ്ടി വന്നിട്ടില്ല. വിരാട് കോഹ്ലിയെ മാറ്റിയതിനു ശേഷം 3 ഫോർമാറ്റിലും നായകനായ രോഹിത് ശർമ്മയ്ക്ക് ടെസ്റ്റിൽ മാത്രമാണ് ഏറ്റവും കുറവ് അച്ചീവ്മെന്റ് ഉള്ളതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. വലിയ വിമർശനങ്ങൾ അടുത്ത കാലത്ത് രോഹിത് നേടിയതും ടെസ്റ്റ് ക്രിക്കറ്റിലൂടെയാണ്. ഈ വിരമിക്കൽ സമയം നല്ലതാണെന്നാണ് പലരുടെയും വിലയിരുത്തൽ. അടുത്ത വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിൽ രോഹിത്തിനെ പരിഗണിക്കാനുള്ള സാധ്യതകളും കുറവാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും മികച്ച തീരുമാനമാണെന്നാണ് പലരും പറയുന്നത്. ഇനി ഗില്ലായിരിക്കും ഇന്ത്യയുടെ ക്യാപ്റ്റൻ എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്.